സർ, അത് കൺഫേമാണ്. അയാൾ ഇവിടെയുണ്ട്. അതെ സർ, ഞാൻ ലൊക്കേഷൻ വാട്സപ്പിൽ അയച്ചിട്ടുണ്ട്. ഐ ആം ഓൺ ദ വേ സർ. മാക്സിമം 3 മിനിറ്റ്. ഓക്കെ സർ. ഫോൺ കട്ട് ചെയ്ത് സൈഡ് സീറ്റിലേക്ക് എറിഞ്ഞു. ആക്സിലറേറ്ററിലേക്ക് സർക്കിൾ ഇൻസ്പെക്ടർ ഷിജോ കാലമർത്തിയപ്പോൾ അയാളുടെ ജീപ്പ് ചീറിപ്പാഞ്ഞു. സിറ്റിയിൽ നിന്നും 28 കിലോമീറ്റർ അകലെ നെയ്യാറിൻ്റെ തീരത്താണ് ഷിജോ ഇപ്പോൾ. ദൂരെ തടാകക്കരയിൽ ഒറ്റപ്പെട്ട ഒരു വീടുണ്ട്. പിറകിൽ ഡാമിൻ്റെ റിസർവോയർ. മുന്നിൽ വിശാലമായ മുറ്റം. അത് കഴിഞ്ഞ് ഒരു ഗേറ്റ്. ആ ഗേറ്റിനെ ലക്ഷ്യമാക്കിയാണ് ഷിജോ പാഞ്ഞു വന്നത്. സമയം 4:34 PM. താൻ 8 മിനിറ്റിനുള്ളിൽ സ്ഥലത്തെത്തി എന്ന സമാധാനത്തോടെ തൊപ്പിയെടുത്തണിഞ്ഞ് വേഗത്തിൽ മുന്നോട്ട് നടന്നു. ഇപ്പോൾ ആ വീട് പോലീസ് വളഞ്ഞിരിക്കുകയാണ്. 2 ബൊലേറോ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അതിവേഗത്തിൽ ഷിജോ പോലീസുകാർക്ക് അടുത്തു ചെന്നു. എന്തായി ജാക്സൺ? ഡീറ്റെയിൽസ് പറയ്. അയാൾ അകത്തുണ്ടോ? ഉണ്ട് സർ. അയാൾ അകത്തുണ്ടെന്ന് കൺഫേമാണ്. അയാളുടെ ഭാര്യയും അവിടെയുണ്ട്. നേരത്തെ ആ ജനലിലൂടെ അവരെ കണ്ടിരുന്നു. അയാളുടെ ഡീറ്റെയിൽസ് പറയൂ ജാക്സൺ. സർ, അയാളുടെ പേര് സാമുവൽ എന്നാണ്. വിക്ടർ സാമുവൽ. ആൾ റിട്ടയർഡ് മിലിറ്ററിയാണ്. 4 വർഷം മുമ്പ് സിറ്റിയിലുണ്ടായ ഒരു കവർച്ചയുടെയും കൊലപാതകത്തിൻ്റെ പിന്നിൽ ഇയാളായിരുന്നു. ആ കേസിൽ അകത്തു പോയതാ. ജയിലിലൊക്കെ നല്ല നടത്തമായിരുന്നു. അയാളുടെ മകൻ കഴിഞ്ഞ വർഷം മരിച്ചു. 1.5 കൊല്ലം മുമ്പാണ് അയാളുടെ ഭാര്യ ഈ വീട്ടിലേക്ക് താമസം മാറിയത്. അവരുടെ പേര് ജിനി. ജിനി മാത്രമാണ് ഈ വീട്ടിൽ ഇപ്പോൾ താമസം. ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിക്ക് വിക്ടർ ജയിൽ ചാടി. പോലീസ് ഒരുപാട് അന്വേഷിച്ചിട്ടും അയാളെ കണ്ടുകിട്ടിയില്ല. ഇന്നാണ് സ്റ്റേഷനിലേക്ക് വിവരം പാസ് ചെയ്യുന്നത്. ഞങ്ങൾ ഇവിടെ എത്തി സ്ഥലം വളഞ്ഞു. അയാൾക്ക് രക്ഷപ്പെടാൻ വേറെ വഴികളൊന്നുമില്ല, ജാക്സൺ പറഞ്ഞു നിർത്തി. എന്നാൽ അറസ്റ്റ് ചെയ്തൂടെ ജാക്സൺ? എന്തിനാ താമസം? സർ, SP അരുൺ സാർ വന്നുകൊണ്ടിരിക്കുകയാണ്. സാറ് വന്നിട്ട് അറസ്റ്റ് ചെയ്താൽ മതിയെന്നാണ് ഓർഡർ. ഷിജോ കൈമടക്കി കാറിൻ്റെ ബോണറ്റിൽ ഇടിച്ചു. ഈ അറ്റൻഷൻ സീക്കിംഗ് സിൻഡ്രമുള്ള ഇങ്ങനെ കുറേ മേലുദ്യോഗസ്ഥന്മാരുള്ളതുകൊണ്ടാണ് ഡിപ്പാർട്ട്മെൻറ്റിന് ഏറ്റവും ശല്യം. എന്നിട്ട് അവർ എത്താറായോ ജാക്സൺ? പെട്ടെന്ന് വയർലെസ് സെറ്റ് ശബ്ദിച്ചു. സർ, SP സാർ ഡാമിൻ്റെ തൊട്ടടുത്തെത്തി. അവിടെ നിന്ന് വഴി കൺഫ്യൂഷനായി തെറ്റായ വഴിയിൽ ഒരു 3 കിലോമീറ്റർ പോയി എന്ന്. ഇപ്പോൾ തിരികെ വന്നുകൊണ്ടിരിക്കുക, ജാക്സൺ CI ഷിജോനോട് പറഞ്ഞു. ഷിജോ ഉച്ചത്തോടെ ഒന്ന് ചിരിച്ചു. വരട്ടെ, ആനയും അമ്പാരിയും കൂടെ അറേഞ്ച് ചെയ്തേക്ക്. ഒരു കൂട്ടം TV-ക്കാരുമായിട്ട് ഇപ്പോൾ വരും. ഷിജോ മെല്ലെ റിസർവോയറിൻ്റെ ഒരു വശത്ത് നിന്ന് സിഗരറ്റ് കത്തിക്കാൻ ലൈറ്റർ എടുത്തു. കാറ്റിന് ഒരു പന്തിയല്ലാത്ത മണം. പെട്രോളിൻ്റെയോ ഗ്യാസിൻ്റെയോ ഒക്കെ ഒരു മണം അന്തരീക്ഷത്തിലുള്ളതുപോലെ തോന്നി ഷിജോയ്ക്ക്. ദൂരെ നിന്ന് നീല ബീക്കൺ ലൈറ്റ് കണ്ടു. പിന്നാലെ ചാനലിൻ്റെ വണ്ടികളും വരുന്നുണ്ട്. സിഗരറ്റ് കൊളുത്താൻ എടുത്ത ലൈറ്റ് അങ്ങനെ തന്നെ പോക്കറ്റിൽ വെച്ചു ഷിജോ. തൊപ്പിയൊക്കെ നേരെയാക്കി. പെട്ടെന്ന് വയർലെസ് ശബ്ദിച്ചു. ഈ വയർലെസ്സിൻ്റെ ഇങ്ങേ തലയ്ക്കൽ ഞാനാണ്, സാമുവൽ, വിക്ടർ സാമുവൽ. ഓഫീസേഴ്സ്, എന്നെ നിങ്ങൾക്ക് ജീവനോടെ കിട്ടില്ല. എന്നെ ഒരുപാട് ദ്രോഹിച്ചതല്ലേ നിങ്ങൾ? SP വരട്ടെ, TV-ക്കാർ ഒക്കെ വരട്ടെ. ഞാൻ ജയിൽ ചാടിയത് മരിക്കാനാണ്. എൻ്റെ മകൻ മരിച്ചു. അവൻ്റെ ശരീരം പോലും ഒന്ന് കാണാൻ നിങ്ങൾ സമ്മതിച്ചില്ല. വയർലെസ്സിലൂടെ വന്ന ശബ്ദം കാതോർത്ത് ശ്രദ്ധിച്ചു നിന്നു ഷിജോയും ജാക്സനും. ശ്രദ്ധിക്കൂ, ഈ വീട് മുഴുവൻ ഞാൻ പെട്രോളിൽ കുളിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. 2 സിലിണ്ടർ LPG ഗ്യാസും തുറന്നിട്ടിട്ടുണ്ട്. നിങ്ങളിൽ ഒരാളെങ്കിലും എൻ്റെ അനുവാദമില്ലാതെ ഈ പടി കടന്നു വന്നാൽ ഞാൻ കത്തും. ഈ വീടും ഞങ്ങളും പൊട്ടിത്തെറിക്കും. ഞാനിപ്പോഴും നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. ഈ വീട്ടിലേക്ക് പോകാനും വരാനും ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ. നിങ്ങളിൽ ആരെങ്കിലും ഈ ഗേറ്റ് കടന്നു വന്നാൽ. അയാളുടെ ശബ്ദം നിലച്ചു. പോലീസുകാർ കൂടുതൽ ജാഗ്രതയോടെ ഉള്ളിലേക്ക് നോക്കി. ഉന്നം പിടിച്ച തോക്കുകളോടെ കാത്തുനിന്നു. SP അരുൺകുമാർ തൻ്റെ ഇന്നോവയിൽ നിന്ന് ഇറങ്ങി. TV-ക്കാരും പത്രക്കാരും മൈക്കും ക്യാമറയുമായി ചുറ്റും കൂടി. ടെൻഷനോടെ ഷിജോ ജാക്സനെ നോക്കി. ഈ നേരത്ത് അങ്ങേരുടെ ഒരു TV ഷോ. മനസ്സിൽ പെറുപിറുത്തുകൊണ്ട് ഷിജോ SP-യെ സല്യൂട്ട് ചെയ്തു.
സർ, ഒരു പ്രശ്നമുണ്ട്. എന്താടോ? സർ, അല്പം മാറി നിന്ന് സംസാരിക്കാം. കുഴപ്പമില്ല ഷിജോ, താൻ പറഞ്ഞോ. ടി വിക്കാർ കാണട്ടെ നമ്മൾ കേരള പോലീസിന്റെ സ്ട്രാറ്റജികൾ. ഷിജോയ്ക്ക് കടുത്ത ദേഷ്യം വന്നെങ്കിലും അത് പ്രകടിപ്പിക്കാതെ അയാൾ പറഞ്ഞു. സർ, ഇതൊരു ട്രാപ്പാണ്. അയാൾ ആ വീടിന് മുഴുവൻ പെട്രോൾ ഒഴിച്ചിട്ടുണ്ട്. കൂടാതെ ഉള്ളിൽ ഗ്യാസും തുറന്നു വിട്ടിട്ടുണ്ട്. ആരെങ്കിലും ഉള്ളിലേക്ക് കയറിയാൽ അയാൾ ആത്മഹത്യ ചെയ്യുമെന്നാണ് ഭീഷണി. സപ്പോസ് ഇവിടെ ഒരു എക്സ്പ്ലോഷൻ നടന്നാൽ ഡാം പോലും അപകടത്തിലാകും. ഉള്ളിൽ അയാളുടെ ഭാര്യയുമുണ്ട്. ഇറ്റ്സ് എ ട്രാപ്പ്. കേട്ട എസ് പി അരുൺ ഞെട്ടി. ജയിൽ ചാടിയ ഭീകരനെ പിടിച്ച് വിലങ്ങ് വെച്ച് കൊണ്ടുവരുന്ന തന്നെക്കുറിച്ച് ടി വിയിൽ ഹീറോയായി വരുന്ന വാർത്തകൾ സ്വപ്നം കണ്ടുവന്ന അരുൺ ഒരു നിമിഷം ഷോക്കായി നിന്നു. ഇതിനകം 2 ന്യൂസ് ചാനലുകൾ ഈ വാർത്ത ലൈവായി ടെലികാസ്റ്റ് ചെയ്തു തുടങ്ങി. അപ്പോഴാണ് വീണ്ടും വയർലെസ് ശബ്ദിച്ചു തുടങ്ങിയത്. ഇതയാളാകും. എസ് പി അരുൺ വയർലെസ് ഹാൻഡ്സെറ്റ് കയ്യിലെടുത്തു. നിങ്ങളും നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റും എന്നെ ഒരുപാട് ദ്രോഹിച്ചതാണ്. അതിനുള്ള പ്രതികാരം ഞാൻ തീർക്കും. എനിക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. എൻ്റെ കുട്ടി പോയി. അവനെ ഒരു നോക്ക് കാണാൻ കൂടി പറ്റിയില്ല. എൻ്റെ ഭാര്യയ്ക്ക് ക്യാൻസറാണ്. ഞാൻ ചെയ്യാത്ത കുറ്റത്തിന് ജയിലിലും. അതുകൊണ്ട് എനിക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല സാറുമാരെ. അയാളുടെ ശബ്ദത്തിൽ ഒരു തേങ്ങൽ എവിടെയോ ഒളിച്ചിരിക്കുന്നത് പോലെ. വിക്ടർ, നിങ്ങൾ അവിവേകമൊന്നും കാണിക്കരുത്. ഈ വീട് പോലീസ് വളഞ്ഞിരിക്കുകയാണ്. മര്യാദയ്ക്ക് കീഴടങ്ങണം. അരുൺ വയർലെസ്സിലൂടെ തിരികെ പറഞ്ഞു. എടോ, തന്നെയൊക്കെ ആരാ പോലീസിലെടുത്തത്? ഒന്നും നഷ്ടപ്പെടാനില്ലാതെ നിൽക്കുന്നവനെ ഭീഷണിപ്പെടുത്തുന്നു. ഇയാളിനി ഒരക്ഷരം സംസാരിച്ചാൽ ഞാൻ തീ കത്തിക്കും. മര്യാദയ്ക്ക് വയർലെസ് ബോധമുള്ള ആർക്കെങ്കിലും കൊടുക്കടോ. ഇത്തവണ വിക്ടറിന്റെ ശബ്ദം ഉറച്ചതായിരുന്നു. ഈ സമയം ചാനലുകളിലൂടെ ഈ ദൃശ്യങ്ങൾ കേരളത്തിലെ സ്വീകരണ മുറികളിൽ ലൈവായി കാണുന്നുണ്ടായിരുന്നു. മിസ്റ്റർ വിക്ടർ, ഹലോ, ഞാൻ ഷിജോ, സർക്കിൾ ഇൻസ്പെക്ടർ ഷിജോ. താങ്കൾക്ക് എന്താണ് വേണ്ടതെന്ന് പറയാമോ? പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളില്ല വിക്ടർ. നിങ്ങളിപ്പോൾ അല്പം ടെൻഷനിലാണ്. നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. താങ്കൾ പുറത്തു വരൂ. ഇത്തവണ ഷിജോയാണ് സംസാരിച്ചത്. താങ്ക് യു ഇൻസ്പെക്ടർ. നിങ്ങൾ നന്നായി സംസാരിച്ചു. പറഞ്ഞതിൽ ആത്മാർത്ഥതയുടെ ലെവലേശം പോലും ഇല്ലെങ്കിലും താങ്കൾ സംസാരിച്ച രീതി എനിക്കിഷ്ടമായി. വിക്ടർ അനുഭാവപൂർവ്വം സംസാരിക്കുന്നത് ഷിജോയ്ക്ക് അല്പം ആശ്വാസം നൽകി. എന്താണ് നിങ്ങളുടെ ഡിമാൻഡ് മിസ്റ്റർ വിക്ടർ? വിക്ടർ ചിരിച്ചു. ഉറക്കെ ചിരിച്ചു. എൻ്റെ നിരപരാധിത്വം, എൻ്റെ മകൻ, എൻ്റെ ജീവിതം. പറ്റുമോ ഇതൊക്കെ തിരിച്ചു തരാൻ? പറ്റുമോ? ഇല്ല, നിങ്ങൾക്ക് കഴിയില്ല. ഞാനിപ്പോൾ ക്രിമിനലാണ്. ശരി, നിങ്ങൾ ചോദിച്ചതുപോലെ എനിക്ക് ചില ഡിമാൻഡുകളുണ്ട്. അത് നിങ്ങൾ 1 മണിക്കൂറിനകം അംഗീകരിച്ചാൽ ഞാൻ കൃത്യം 7:15 നിങ്ങളുടെ മുന്നിൽ വരും, നിരായുധനായി. അതല്ല എങ്കിൽ ഈ വീടും ഞാനും ഇവളും കത്തും നിങ്ങളുടെ മുമ്പിൽ. എൻ്റെ മകൻ പോയിടത്തേക്ക് ഞങ്ങൾ പോകും. പോലീസുകാർ മുഖത്തോട് മുഖം നോക്കി. അപ്പോഴേക്കും DIG SP യെ ഫോണിൽ ബന്ധപ്പെട്ടു. അയാൾ പറയുന്ന കാര്യങ്ങളൊക്കെ സമ്മതിച്ചു കൊടുത്തേക്ക്. ഇല്ലെങ്കിൽ മീഡിയയുടെ മുന്നിൽ അവനെന്തെങ്കിലും ചെയ്താൽ ഡിപ്പാർട്ട്മെന്റ് മുഴുവൻ നാണക്കേടാണ്. ആരാടോ മീഡിയയൊക്കെ അങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? SP അരുൺ സാർ ചമ്മി നിൽക്കുന്നത് ഷിജോ കണ്ടു. വീണ്ടും വയർലെസ് ശബ്ദിച്ചു. എന്തായി? നിങ്ങൾ റെഡിയാണോ ഇൻസ്പെക്ടർ? നിങ്ങളുടെ ഡിമാൻഡ് പറയൂ. ശരി, ആദ്യത്തെ ഡിമാൻഡ് പറയാം. ഞാൻ അറസ്റ്റിലായ കേസ് നിങ്ങൾക്ക് പലർക്കും അറിയുന്നതാണ്. ആ കേസ് അന്വേഷിച്ചതും FIR ഇട്ടതും സുധേനൻ സാറാണ്. സുധേനൻ സാറിൻ്റെ FIR അന്വേഷണ റിപ്പോർട്ട്, ഇതിലാണ് ഞാൻ കുടുങ്ങിയത്. സുധേനൻ സാറിനെ എനിക്കൊന്നുകൂടി കാണണം. കഴിഞ്ഞ വർഷം റിട്ടയറായി സുഖായി കുടുംബത്തോടൊപ്പം താമസിക്കുന്ന അയാളെ ഇവിടെ എത്തിക്കണം. അയാളെ ഞാൻ ഉപദ്രവിക്കില്ല. ഒന്ന് സംസാരിക്കാൻ വേണ്ടി മാത്രം. ഞാൻ 20 മിനിറ്റ് കാത്തിരിക്കും. ഇപ്പോൾ മണി 4:55. ഞാൻ 5:15 മണി വരെ നോക്കും. എന്നിട്ട് അയാൾ വന്നില്ലെങ്കിൽ മറുതലിക്കൽ ഫോൺ കട്ടായി. നിമിഷങ്ങൾക്കുള്ളിൽ മെസ്സേജുകൾ തലങ്ങും വിലങ്ങും പാഞ്ഞു. റിട്ടയർഡ് SI സുധേനൻ വരുവാൻ വേണ്ടി അവർ കാത്തിരുന്നു. അല്പം ദൂരേക്ക് മാറി നിന്ന് ഷിജോ സിഗരറ്റിന് തീ കൊളുത്തി.
ഒപ്പം SI ജാക്സനും കൂടി. ജാക്സ, എന്താടോ ഇത്? തനിക്ക് ഐഡിയയുണ്ടോ എന്താണ് നടക്കുന്നതെന്ന്? സാറേ, അയാളൊരു സൈക്കോ ആണെന്ന് തോന്നുന്നു. ഈ ക്രിമിനൽ അയാളെ വിശ്വസിച്ച് ആ അപകടത്തിലേക്ക് സുധേനൻ സാറിനെ പറഞ്ഞുവിടുന്നത് മണ്ടത്തരമല്ലേ? വേറെ ഓപ്ഷനില്ല ജാക്സ. ബൈ ദ വേ, എന്താടോ ഇയാളുടെ ശരിക്കും ബാക്ക്ഗ്രൗണ്ട്? സുധേനൻ സാറിന്റെ അന്വേഷണ റിപ്പോർട്ട് എങ്ങനെയാ? സാറേ, ഈ പ്രതി ഒരു പ്രൈവറ്റ് ബാങ്കിലെ സെക്യൂരിറ്റി ജോലിക്കാരൻ ആയിരുന്നു. രണ്ടുപേര് ഒരു ദിവസം ആ ബാങ്ക് കൊള്ളയടിച്ചു. പക്ഷേ പോലീസ് ചേസിംഗ് നടന്നപ്പോൾ അവർ രണ്ടും കൊല്ലപ്പെട്ടു. ഇവനായിരുന്നു മെയിൻ സൂത്രധാരൻ, ഈ വിക്ടർ. സുധേനൻ സാർ അന്വേഷിച്ചപ്പോഴാണ് സത്യം മനസ്സിലായത്. ഇവൻ കുറ്റം സമ്മതിച്ചില്ല. പക്ഷേ തെളിവ് മുഴുവൻ ഇവനെതിരായിരുന്നു. 8 വർഷം ശിക്ഷ കിട്ടി ഇവന്. ശരിക്കും ആ കൊലയും കൊലപാതകവും മലയാള രമ പത്രത്തിൽ കൃത്യമായ ഡീറ്റെയിൽസ് എല്ലാം ഉൾപ്പെടെ വിശദമായി കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ദൂരെ നിന്ന് ഒരു മാരുതി സ്വിഫ്റ്റ് ഡിസൈൻ കാർ അവിടേക്ക് വരുന്നത് അവർ കണ്ടു. അത് സുധേനനായിരിക്കുമെന്ന് അവർക്ക് തോന്നി. എൻ്റെ സാറേ, അവന് വട്ട. എന്നോടുള്ള പ്രതികാരമായിരിക്കും. പോവാൻ പറ. ഈ SI സുധേനൻ സർവീസിലിരുന്നപ്പോഴും ഇപ്പോഴും ആരെയും പേടിക്കാറില്ല. ഞാൻ പോകാമെന്നേ. അവൻ എന്താണ് പറയുന്നതെന്ന് അറിയാമല്ലോ. റിട്ടയർഡ് ആയെങ്കിലും അയാളുടെ ഉള്ളിലെ പോലീസുകാരൻ ഇപ്പോഴും ഡബിൾ സ്ട്രോങ് ആണെന്ന് ഷിജോയ്ക്ക് തോന്നി. അപ്പോഴേക്കും വയർലെസ് ശബ്ദിച്ചു. അയാൾ മാത്രം അകത്തേക്ക് കയറി വരണം. ആയുധങ്ങൾ ഒന്നും പാടില്ല. എനിക്ക് നിങ്ങളെ വിശ്വാസമില്ല. അതുകൊണ്ട് സുധേനൻ അണ്ടർവെയർ മാത്രം ഉടുത്ത് അകത്തേക്ക് വരാൻ പാടുള്ളൂ. സമ്മതിച്ചു കൊടുക്ക്. തുണിയില്ലാണ്ട് പോകണോ? അതും ചെയ്യാം. ഒരിക്കൽ പോലീസായാൽ എന്നും പോലീസാണ്. അവനെ തളക്കാൻ എനിക്ക് യൂണിഫോമൊന്നും വേണ്ട. സുഗുണന്റെ വാക്കുകളിൽ അഹങ്കാരവും ആത്മവിശ്വാസവും നിഴലിച്ചിരുന്നു. 5:14 ആയപ്പോഴേക്കും റിട്ടയർഡ് SI സുഗുണൻ പ്രധാന ഗേറ്റ് കടന്ന് ഉള്ളിലേക്ക് നടന്നു. പെട്ടെന്ന് റേഡിയോ സെറ്റ് ശബ്ദമുണ്ടാക്കി. വയർലെസ് ആക്ടിവേറ്റ് ആയി തുടങ്ങി. അകത്തെ ശബ്ദങ്ങൾ കൃത്യമായി തങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടെന്ന് ഷിജോയ്ക്ക് മനസ്സിലായി. വാതിൽ തുറന്ന് അകത്ത് കയറിയ സുഗുണൻ ഒരിക്കലും ഇങ്ങനെയൊരു ചതി പ്രതീക്ഷിച്ചതല്ല. എന്നതാടോ, നിന്റെ കഴപ്പിതുവരെ തീർന്നില്ലേ, കള്ള റാസ്കൽ? നിന്റെ ആപ്പീസ് ഞാൻ പൂട്ടിച്ചില്ലേടാ. നിനക്കിപ്പോഴും ഈ സുഗുണനെ മനസ്സിലായിട്ടില്ല അല്ലേ? പരിഹാസത്തോടെയുള്ള ചോദ്യവുമായി അയാൾ ഉള്ളിലേക്ക് കയറി. സാറേ, എന്തിനായിരുന്നു എന്നോട് ഈ ചതി? സാറിൻ്റെ കാൽ ഞാൻ പിടിച്ചതല്ലേ? സാറിനോട് കരഞ്ഞു പറഞ്ഞതല്ലേ ഞാൻ ചെയ്തില്ല എന്ന്? എന്തിനാ സാറേ എന്നെ? ഡാ, നീ എനിക്കിട്ടുണ്ടാക്കാൻ വരുന്നോ? സുധേനൻ ദേഷ്യവും പുച്ഛവും ചേർത്ത് അവനോട് തട്ടിക്കേറി. പെട്ടെന്ന് വോയിസ് കട്ടായി. ഷിജോ വയർലെസ് സെറ്റിനോട് കാത് ചേർത്ത് വെച്ച് ശ്രദ്ധിച്ചു. 5 മിനിറ്റോളം നിശബ്ദത. വയർലെസ് സന്ദേശം നിലച്ചു എന്ന് തോന്നി. പോലീസുകാർക്ക് മുഴുവൻ ആശയക്കുഴപ്പമായി. അകത്തെന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ കഴിയാത്ത നിമിഷങ്ങൾ. സാറേ, ഒന്ന് പോയി നോക്കിയാലോ? ജാക്സൺ ഷിജോയോട് ചോദിച്ചു. റിസ്ക് ഉണ്ട് ജാക്സ. ആ റൂമിൽ പാചകവാതകവും പുറത്ത് പെട്രോളുമാണ്. ചെറിയൊരു സ്പാർക്ക് മതി എല്ലാം നിന്ന് കത്താൻ. അയാൾ പറഞ്ഞത് വെച്ചിട്ട് അയാൾക്ക് മരണത്തെ പേടിയില്ല എന്നല്ലേ? പേടിയില്ലാത്തവന് ഒന്നിനെയും പേടിയുണ്ടാവില്ല. അവൻ എന്തും ചെയ്യും, എന്തും പറയും. അകത്ത് അയാളുടെ ഭാര്യ, പിന്നെ സുധേനൻ സാർ. അവരുടെ ജീവൻ രക്ഷിക്കണം. അതുകൊണ്ട് നമ്മൾ അല്പം കൂടി കാത്തിരിക്കണം. 5:55 ആയപ്പോൾ വയർലെസ് ശബ്ദമുണ്ടാക്കി തുടങ്ങി. സുധേനന്റെ ശബ്ദം. ഡാ, അന്ന് നിന്നെ ചക്ര പൂട്ടിട്ട് ഞാൻ പൂട്ടിയതല്ലേ? എനിക്ക് ഇതൊക്കെ നിസ്സാരമാണ്. കേട്ടോടാ. നിന്റെ വിരലടയാളം വരെ ആ കത്തിയിൽ പതിപ്പിച്ചു. നീ മനസ്സാവാച അറിയാത്ത കേസിൽ നിന്നെ ഉള്ളിൽ തട്ടാൻ പുഷ്പം പോലെ കഴിഞ്ഞെങ്കിൽ ഇനിയും പറ്റും. കൂടുതൽ കളിക്കരുത്. വയർലെസ്സിലൂടെ പോലീസുകാരും ടിവിക്കാരും ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. ടിവിയിലൂടെ ഈ ശബ്ദമെല്ലാം വീടുകളിലും എത്തുന്ന കാര്യം സുധേനൻ അറിഞ്ഞിരുന്നില്ല. സുധേനൻ സാറേ, എന്തായാലും എൻ്റെ എല്ലാം നശിച്ചു. താൻ നശിപ്പിച്ചു. ഇനി എനിക്ക് നോക്കാൻ ഒന്നുമില്ല. എൻ്റെ ഭാര്യയ്ക്ക് ക്യാൻസറാണ്. അവൾക്ക് അധിക കാലം ഇനി ജീവിതമില്ല. എൻ്റെ മകനും പോയി.
അവനില്ലാത്ത ഈ ലോകത്തിൽ എനിക്കെന്തിനാ ജീവിതം? അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പോകാം സാറേ. വിക്ടറിന്റെ ശബ്ദമാണ്. ഷിജോ ജാക്സനെ നോക്കി. വിക്ടറേ, അരുത്. അങ്ങനെ ചെയ്യരുത്. നിനക്ക് എന്ത് വേണമെങ്കിലും ഞാൻ തരാം. പ്ലീസ്, കൊല്ലരുത്. സുധേനന്റെ ശബ്ദം ഇടറി. ഒരു കരച്ചിലിന്റെ വക്കിൽ ആയിരുന്നു. എന്തു തരുമെന്ന്? എനിക്ക് നഷ്ടപ്പെട്ട ജീവിതം? കള്ളനെന്ന ദുഷ്പേര്? എന്റെ ഭാര്യയും മകനും ഒത്തുള്ള ജീവിതം? എല്ലാം തിരിച്ചു തരാൻ പറ്റുമോ തനിക്ക്? വിക്ടറിന്റെ ശബ്ദം കൂടുതൽ ദൃഢമായി തോന്നി. നിനക്ക് ഞാൻ കാശ് തരാം. അന്നത്തെ അന്നത്തെ മോഷണത്തിന്റെ കാശ് എന്റെ ബെഡ്റൂമിലെ അലമാരയിൽ ഇരിപ്പുണ്ട്. അന്ന് പോലീസ് രേഖകളിൽ നഷ്ടപ്പെട്ട കാശിന്റെ കണക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ബാങ്കിൽ സൂക്ഷിച്ച കണക്കിൽപ്പെടാത്ത 1.5 കോടി രൂപയുടെ സ്വർണവും പണവും എന്റെ കയ്യിലുണ്ട്. അത് മുഴുവൻ നിനക്ക് തരാം. സുധേനന്റെ യാചന കരച്ചിലായി രൂപാന്തരപ്പെട്ടിരിക്കുന്നു. പിന്നീട് കുറേ നേരം വയർലെസ് ശബ്ദം നിലച്ചു. നേരം ഇരുട്ടി വരുന്നത് ഷിജോ ശ്രദ്ധിച്ചു. ഉള്ളിൽ പ്രകാശം കുറവാണ്. അന്തരീക്ഷത്തിൽ ഗ്യാസിന്റെ മണമുള്ളതുകൊണ്ട് ലൈറ്റ് ഇടുന്നത് പോലും അപകടമാണ്. കൂടാതെ ആ വീട് മുഴുവൻ പെട്രോളിൽ കുളിപ്പിച്ചു നിർത്തിയിരിക്കുന്നു. എന്താടോ ഈ കേൾക്കുന്നത്? അയാൾ നിരപരാധിയാണെന്നും സുധേനനാണ് പ്രതിയെന്നുമല്ലേ ഈ കേട്ടതിൻ്റെയൊക്കെ അർത്ഥം? TV ചാനലുകളിൽ ഇപ്പോൾ ഇക്കാര്യം എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ടാകും. ഈ അവസ്ഥയിൽ അവനെ എങ്ങനെയെങ്കിലും ജീവനോടെ പുറത്തെത്തിച്ചേ തീരൂ. അരുൺ ഷിജോയോട് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ വീണ്ടും വയർലെസ് ശബ്ദിച്ചു. സാർമാരെ, ഞാൻ പറഞ്ഞ സമയം തീരാറായി. ഇനി ഒരു ഡിമാൻഡ് കൂടിയുണ്ട് എനിക്ക്. തൊണ്ടി മുതൽ ഇവിടെ എത്തിക്കണം. വേറെ ആരുമല്ല, മലയാള രമ പത്രത്തിന്റെ പഴയ റിപ്പോർട്ടർ അലക്സ്. അലക്സിനെ ഇവിടെ കൊണ്ടുവരണം. അയാളാണ് നിരപരാധിയായ എന്നെ ജയിലിൽ അടക്കാനും എൻ്റെ കുടുംബത്തിൻ്റെ ഉൾപ്പെടെ ഫോട്ടോ ചേർത്ത് അവരുടെ ജീവിതം വരെ നശിപ്പിക്കാനും മുൻകൈയെടുത്തത്. ഇനി നിങ്ങൾക്കുള്ള ടാർഗറ്റ് റിപ്പോർട്ടർ അലക്സ് സുധേനന്റെ വീട്ടിൽ പോയി ഈ പറഞ്ഞ തൊണ്ടി മുതലുമായി ഒറ്റയ്ക്ക് ഇതിനകത്തേക്ക് വരണം. അതും 7 മണിക്ക് മുമ്പ്. അയാൾ വന്നു കഴിഞ്ഞാൽ കൃത്യം 5 മിനിറ്റുകൾക്കുള്ളിൽ ഞാൻ കീഴടങ്ങും. സുധേനനെയും കൈമാറും. 7 മണി കഴിഞ്ഞ് 1 സെക്കൻഡ് കൂടിയാൽ ഞാൻ കത്തിക്കും. ഇവിടെ ആകെ കത്തിക്കും. ഇത്രയും പറഞ്ഞ് വയർലെസ് കട്ടായി. ഷിജോ നിസ്സഹായനായി SP നോക്കി. SP അരുൺ ഒരു നെടുവീർപ്പിട്ടു. സമയം 6:30 അത്യാവശ്യം നല്ലൊരു ജനക്കൂട്ടം അവിടെ രൂപപ്പെട്ടു കഴിഞ്ഞു. ഫയർഫോഴ്സിന്റെ അഗ്നിശമന വാഹനങ്ങളും ആംബുലൻസുകളുമൊക്കെ തയ്യാറാക്കി ഒരു അടിയന്തര സാഹചര്യം നേരിടാൻ അവർ തയ്യാറായിരുന്നു. TV-കാരെയൊക്കെ മാറ്റി നിർത്തി വണ്ടി കടന്നു വരാനുള്ള വഴിയൊരുക്കി പോലീസ് കാത്തിരുന്നു. പെട്ടെന്ന് വീണ്ടും വയർലെസ് ശബ്ദിച്ചു. സുധേനൻ തന്റെ ശബ്ദം പുറംലോകം കേൾക്കുന്നു എന്നറിയാതെ സംസാരിക്കുകയാണ്. അത് വയർലെസ്സിലൂടെ പുറംലോകം കേൾക്കുകയാണ്. അലക്സിന് അന്ന് 5 ലക്ഷം കൊടുത്തിരുന്നു. അതാണ് അയാൾ നിന്നെക്കുറിച്ച് എഴുതി പൊലിപ്പിച്ചത്. കോടതിയിൽ കേസ് നടക്കുമ്പോൾ തെളിവുകൾ അത്ര സ്ട്രോങ് അല്ലാത്തതുകൊണ്ട് മീഡിയയിലൂടെ സെൻസേഷനിലാക്കണമായിരുന്നു. അല്ലെങ്കിൽ ഒരുപക്ഷേ സുധേനന്റെ ശബ്ദം വിറച്ചു. ഒരുപക്ഷെ നിരപരാധിയായി ഞാൻ രക്ഷപ്പെട്ടു പോയേനെ, അല്ലേടോ? വികാരാധീനനായി വിക്ടർ അത് പറഞ്ഞപ്പോൾ പുറത്ത് വയർലെസ്സിലൂടെ കേട്ടുനിന്ന പോലീസുകാരും TV-യിൽ ലൈവായി കാണുന്ന നാട്ടുകാരും ഒരു നിമിഷം നിശബ്ദരായി. നല്ല പ്രായം മുഴുവൻ രാജ്യത്തെ സേവിച്ചതാണ് സുധേനൻ സാറേ ഞാൻ. കൊടും തണുപ്പത്ത്. എന്നിട്ട് ഭാര്യയും കുഞ്ഞുമായി സമാധാനമായി ഒരു ജീവിതം സ്വപ്നം കണ്ടാണ് ഈ നാട്ടിൽ വന്നത്. ആർക്കും ഒരു ദ്രോഹവും ചെയ്യാതെ. എന്തിനാടോ എന്നെയും കുടുംബത്തെയും താൻ നശിപ്പിച്ചത്? TV-യിൽ ലൈവ് ടെലികാസ്റ്റ് തുടങ്ങിയ സമയം ഭീകരനായ കുറ്റവാളിയായി ചിത്രീകരിച്ചു തുടങ്ങിയ ചാനലുകൾ മെല്ലെ വിക്ടറിന് അനുകൂലമായും പോലീസിന്റെ കെടുകാര്യസ്ഥതയ്ക്ക് എതിരായും റിപ്പോർട്ട് ചെയ്തു തുടങ്ങി. സമയം 6:48. ദൂരെ നിന്ന് ഒരു വാൻ അതിവേഗത്തിൽ അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. മലയാള രമ റിപ്പോർട്ടർ അലക്സ്. കയ്യിൽ ഒരു വലിയ പെട്ടിയുമായി അലക്സ് വണ്ടിയിൽ നിന്നിറങ്ങി. ഷിജോ അയാളെ ഒന്ന് നോക്കി. നീട്ടി വളർത്തിയ ചുരുളൻ തലമുടി. ഷോൾഡർ അല്പം ചരിച്ചാണ് നടത്തം. സന്ധ്യാസമയത്ത് പോലും കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടുണ്ട്. അലക്സ് ചെറിയ ഭയത്തോടെ ഷിജോയ്ക്ക് മുന്നിലെത്തി. സാറേ, പ്രശ്നമാകുമോ?
എന്താ അവസ്ഥ? ഷിജോയ്ക്ക് അലക്സിനെ നേരത്തെ ഇഷ്ടമല്ല. താൻ 5 മിനിറ്റിനുള്ളിൽ അകത്തു ചെന്നില്ലെങ്കിൽ പ്രശ്നാകും. വേറെ പ്രശ്നമൊന്നുമില്ല. സൂക്ഷിക്കണം. ഒരു കാരണവശാലും തീപ്പൊരി ഉണ്ടാകാനുള്ള ഒരു സാധനവും ഉണ്ടാകരുത് കയ്യിൽ. ഈ പെട്ടി അകത്ത് കൊണ്ടെത്തിക്കുക. എന്നിട്ട് അയാളോട് സംസാരിക്കുക. താൻ ധൈര്യമായി പൊയ്ക്കോളൂ. ഇരുട്ട് വീണ് തുടങ്ങിയിട്ടുണ്ട്. സൂക്ഷിക്കണം. അലക്സ് പെട്ടിയുമായി ഉള്ളിലേക്ക് നടന്നു. ഇടയ്ക്ക് അയാൾ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി. പോലീസുകാരും മീഡിയയും വയർലെസ് സെറ്റിൽ കാതോർത്ത് കാത്തിരിക്കുകയായിരുന്നു. അലക്സ് അകത്ത് കടന്ന് ഏതാണ്ട് 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വയർലെസ് സെറ്റ് ഓണായി. അലക്സേ, നിങ്ങളൊരിക്കൽ നിരപരാധിയെ എന്നെ ദ്രോഹിച്ചതാണ്. ആ തെറ്റിന് പ്രായശ്ചിത്തം ചെയ്യാനുള്ള അവസരമാണിത്. നിങ്ങൾ പുറത്തു പോകണം. എന്നിട്ട് മീഡിയയിൽ ഇക്കാര്യങ്ങൾ വിശദീകരിക്കണം. പോലീസുകാരോടും പറയണം. എനിക്ക് 2 ഡിമാൻഡുണ്ട്. എൻ്റെ ഭാര്യ ക്യാൻസർ രോഗിയാണ്. ചെറുപുഷ്പം ഹോസ്പിറ്റലിലാണ് ചികിത്സിക്കുന്നത്. അവളുടെ ചികിത്സയ്ക്കുള്ള നടപടി ഗവൺമെൻറ് ഏറ്റെടുക്കണം. എൻ്റെ കേസിൽ നിരപരാധിത്വം മനസ്സിലാക്കി എന്നെ നിയമപ്രകാരം വെറുതെ വിടണം. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ പോലീസുമായി ചർച്ച ചെയ്തിട്ട് പറയണം. 5 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ പുറത്തു വരും. അലക്സ് മെല്ലെ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ വയർലെസ് സെറ്റിൽ വീണ്ടും ശബ്ദം കേട്ടു. സുധേനൻ സാറേ, പ്ലീസ്, അത് കൊളുത്തരുത്. സാറേ പ്ലീസ്. വിക്ടറിന്റെ ശബ്ദമാണ്. ഇല്ലടാ, എന്നെ നശിപ്പിച്ചിട്ട് നീ സുഖിക്കണ്ട. സുധേനൻ ദേഷ്യത്തോടെ അലറിയത് വിട്ടുവിട്ട് കേട്ടു. പോലീസുകാർ ഞെട്ടി അലേർട്ടായി. വാതിൽ തുറന്ന് അലക്സ് പുറത്തേക്ക് കടന്നു. പെട്ടെന്ന് ഉള്ളിൽ നിന്ന് ഒരു തീഗോളം ഉയർന്നു. ഭും എന്ന ശബ്ദത്തോടെ ആ കെട്ടിടം പൊട്ടിത്തെറിച്ചു. അലക്സ് തെറിച്ച് താഴെ വീണു. തയ്യാറായി നിന്ന ആംബുലൻസും അഗ്നിശമന സേനയും അങ്ങോട്ട് കുതിച്ചു. തെറിച്ചു വീണ അലക്സ് ചോരയിൽ കുളിച്ചു കിടക്കുകയായിരുന്നു. മെഡിക്കൽ ടീം അയാളെ കോരിയെടുത്തു. ആംബുലൻസ് സിറ്റി ഹോസ്പിറ്റലിലേക്ക് പറന്നു. ടിവിയിൽ വാർത്ത കണ്ടുകൊണ്ടിരുന്ന ജനം വായിൽ വിരൽ വെച്ചു. നിരപരാധിയായ വിക്ടറിന്റെ നിരപരാധിത്വം തെളിവ് സഹിതം ലോകത്തിനു മുന്നിൽ കൊണ്ടുവരുന്നതിന് നിമിഷങ്ങൾ ശേഷിക്കെ നടന്ന ഒരു ദുരന്തം. വീടിന്റെ ഉള്ളിൽ തുടർ സ്ഫോടനങ്ങൾ നടന്നതുകൊണ്ട് ആരും അകത്തേക്ക് കടന്നില്ല. റിസർവോയറിന്റെ കരയിൽ ചുവന്ന നിറത്തിൽ നിന്ന് കത്തുന്ന വീടും അതിന്റെ പ്രതിഫലനവും. നമുക്കൊന്നും ചെയ്യാനില്ല സാർ, കത്തി തീരട്ടെ, ജാക്സൺ നിരാശയോടെ ഷിജോയോട് പറഞ്ഞു. ഷിജോ തലകുലുക്കി ഒരു സിഗരറ്റ് എടുത്ത് കൊളുത്തി. പെട്ടെന്ന് ഷിജോയുടെ മൊബൈൽ ഫോൺ ശബ്ദിച്ചു. സാറേ, മറ്റൊരു ഷോക്കിംഗ് ന്യൂസ് ഉണ്ട്. അലക്സിനെ കൊണ്ടുപോയ ആംബുലൻസിൽ സ്ഫോടനം നടന്നു. ഇപ്പോൾ അത് നെയ്യാറിന്റെ തീരത്ത് നിന്ന് കത്തുകയാണ്. ഡ്രൈവറും അലക്സും ഒന്നും രക്ഷപ്പെട്ടിട്ടില്ല. സ്റ്റേഷനിൽ നിന്ന് സുരേഷ് ആയിരുന്നു. ദേഷ്യത്തോടെ അയാൾ കൈകൊണ്ട് ജീപ്പിന് മുകളിൽ ആഞ്ഞടിച്ചു. പിറ്റേ ദിവസത്തെ പത്രങ്ങളിലും ന്യൂസിലുമൊക്കെ ഈ വാർത്തയായിരുന്നു. നിരപരാധിയായിരുന്ന വ്യക്തിയെ കുടുക്കിയ പോലീസുകാരന്റെ ചരിത്രം വീടുകളിൽ നിറഞ്ഞു. 2 ആഴ്ച കഴിഞ്ഞു. SP അരുൺകുമാറിന്റെ ഓഫീസിൽ ഫയലുമായി എത്തിയതാണ് ഷിജോ. ഓ, വല്ലാത്തൊരു ഇൻസിഡൻ്റായി പോയി അല്ലേടോ. നമുക്കയാളെ ഒരുപക്ഷെ രക്ഷിക്കാൻ കഴിഞ്ഞേനെ. ഇല്ല സർ, കഴിയില്ല. അയാളെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞാണ് വന്നത്. നമുക്കൊന്നും ചെയ്യാനില്ലായിരുന്നു, കാഴ്ചക്കാരായി ഇരിക്കാനല്ലാതെ. ഷിജോ എന്തോ അർത്ഥം വെച്ച് സംസാരിക്കുന്നത് പോലെ അരുണിന് തോന്നി. എന്താ കേസിന്റെ ഇതുവരെയുള്ള സ്ഥിതികൾ? സർ, വീടും സാധനങ്ങളും പൂർണ്ണമായും കത്തിനശിച്ചു. അവിടെ നിന്ന് ഭാഗികമായി കത്തിനശിച്ച ഒരു ബോഡി കിട്ടി. അതിലെ DNA ചെറുപുഷ്പം ഹോസ്പിറ്റലിൽ സൂക്ഷിച്ചിരുന്ന വിക്ടറിന്റെ ഭാര്യയുടെ സാമ്പിളുമായി മാച്ച് ചെയ്തു. വിക്ടറിന്റെ ശരീരം ചിന്നിച്ചിതറി കത്തി നശിച്ചെങ്കിലും ഒരു വിരൽ കഷ്ണം കിട്ടിയിട്ടുണ്ട്. സ്ഫോടനം നടന്നപ്പോൾ തെറിച്ചു വീണതാകണം. DNA ടെസ്റ്റ് മാച്ചിങ് ആണ്. പിന്നെ സുധേനന്റെ ശരീരത്തിന്റെ DNA സാമ്പിളും മാച്ചായിട്ടുണ്ട്. സത്യങ്ങൾ മുഴുവൻ അലക്സ് ലോകത്തോട് വിളിച്ചു പറയുമെന്ന് ഭയന്ന് സുധേനൻ ഒരു ഭ്രാന്തമായ മാനസിക നിലയിലെത്തുകയും തീപ്പെട്ടിയെടുത്ത് തീ കൊളുത്തുകയും ചെയ്തിരിക്കണം. പക്ഷേ അലക്സിനെ കൊണ്ടുപോയ ആംബുലൻസ് എങ്ങനെ കൃത്യമായി തകർന്നു എന്നതാണ് എൻ്റെ സംശയം. ആര് അവിടെ ഒരു സ്ഫോടനം പ്ലാൻ ചെയ്തു? അരുൺ ഒന്ന് ആലോചിച്ചു. ഒരുപക്ഷെ സുധേനന് നമ്മളറിയാത്ത ഒരു പാർട്ണർ ഉണ്ടായിരിക്കണം. എല്ലാ രഹസ്യവും അലക്സ് പുറത്തു പറയുമെന്ന് പേടിച്ച്
അയാൾ അലക്സിനെ കൊന്നുകളഞ്ഞതായിരിക്കണം. കാര്യങ്ങൾ ചാനലിലൂടെ ലൈവായിരുന്നല്ലോ. സോ ഇറ്റ്സ് പോസിബിൾ. അങ്ങനെ ഒരു സസ്പെൻസ് ത്രില്ലർ സിനിമ കാണുന്നത് പോലെ അയാളുടെ നിരപരാധിത്വം തെളിഞ്ഞു. പക്ഷേ സിനിമയുടെ ഒടുക്കം നായകൻ മരിച്ചു. SP അരുൺ പറഞ്ഞു. സർ, എനിക്ക് ചില സംശയങ്ങളുണ്ട്. എനിക്ക് വ്യക്തിപരമായി ഈ കേസ് ഒന്ന് അന്വേഷിക്കണമെന്നുണ്ട്. അലക്സിനെ കൊലപ്പെടുത്തിയ ആ രഹസ്യ പാർട്ട്ണറിനെ എനിക്ക് കണ്ടെത്തണം. ചില സംശയങ്ങൾ. മേ ഐ പ്രൊസീഡ്? അരുൺ ചിരിച്ചു. ഷുവർ, യു ക്യാൻ പ്രൊസീഡ്. പുറത്തിറങ്ങി ഷിജോ ജാക്സിനെ ഫോൺ ചെയ്തു. ഡോ, നമുക്ക് ഈ കേസിൽ ഒന്നിരിക്കണം. നമ്മൾ ഇത്രയും നേരം കണ്ടത് സത്യമല്ല. ഇറ്റ് വാസ് എ ഗെയിം. നമ്മളെ മുഴുവൻ കഴുതകളാക്കിക്കൊണ്ട് ഒരുത്തൻ സിമ്പിളായി നമ്മുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ടു പോയി. താൻ ക്ലബിലേക്ക് വാ, നമുക്ക് നേരിട്ട് സംസാരിക്കാം. ജാക്സ, ഇറ്റ് വാസ് എ ഗെയിം. വെൽ പ്ലാൻഡ് ഗെയിം. നമ്മളായിരുന്നു ഈ കളിയിലെ ജോക്കർ. എനിക്ക് മനസ്സിലാകുന്നു സർ. എന്ത് ഗെയിം? ജാക്സൺ കിങ്ഫിഷർ ബിയർ ബോട്ടിലിൽ നിന്ന് ഒരിറക്കകത്താക്കിക്കൊണ്ട് സംശയത്തോടെ ചോദിച്ചു. ഡോ, ആ വിക്ടർ. അയാൾ നമ്മളെ മുഴുവൻ വിഡ്ഢികളാക്കി രക്ഷപ്പെട്ടു. അവനുള്ള വഴി തുറന്നു കൊടുത്തത് നമ്മളായിരുന്നു. സർ, എന്ത് മണ്ടത്തരമാ പറയുന്നേ? അയാൾ നമ്മുടെ മുന്നിൽ വെച്ചല്ലേ മരിച്ചത്? സാർ കണ്ടതല്ലേ? താൻ കണ്ടോ അയാൾ മരിക്കുന്നത്? താൻ കേട്ടതല്ലേ ഉള്ളൂ എല്ലാം. ഞാനും താനും ടിവിക്കാരുമൊക്കെ ഒന്നും കണ്ടിട്ടില്ല. എല്ലാം കേട്ടിട്ടേയുള്ളൂ. തെളിച്ചു പറയ് ഷിജോ സാറേ, എന്താ സംഭവം? പറയാം, പക്ഷേ എൻ്റെ ഉള്ളിൽ കട്ട ഈഗോയാണ്. അവൻ നമ്മളെ ഊമ്പിച്ചിട്ട് പോയി എന്ന കലിപ്പ്. നീ എൻ്റെ കൂടെ ഒരു യാത്രയ്ക്ക് വരുന്നോ? സത്യം നിനക്ക് കാണിച്ചു തരാം. ഈ ബുധനാഴ്ച നമ്മൾ ആസാമിലേക്ക് ഒരു യാത്ര പോകുന്നു. താൻ കൂടുന്നോ? തികച്ചും അൺഒഫീഷ്യലായ യാത്ര. നമ്മുടെ സംശയങ്ങൾ നേരിട്ട് തീർക്കാം. ഉച്ചയ്ക്ക് 1:30 മണിയായപ്പോൾ അവർ എയർപോർട്ടിലെത്തി. ഇതെന്താ സാറേ, നമ്മുടെ തമ്പാനൂർ ബസ് സ്റ്റാൻഡ് ഇതിനേക്കാൾ വലുതാണല്ലോ. എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് കടക്കുമ്പോൾ ജാക്സൺ പറഞ്ഞു. വളരെ ചെറിയ ഒരു എയർപോർട്ട്. അവർ പറഞ്ഞുറപ്പിച്ചിരുന്ന ടാക്സിയും ഡ്രൈവറും എയർപോർട്ടിന് പുറത്ത് കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ലോക്കിൻപൂരിൽ നിന്നും തേയിലത്തോട്ടങ്ങൾ നിറഞ്ഞ ഒരു കുന്നിൻ പ്രദേശത്തുകൂടി അവരുടെ കാർ പാഞ്ഞുപോയി. സാറേ, സസ്പെൻസ് കളഞ്ഞിട്ട് കാര്യം പറയ്. ഇവിടെ എന്താണുള്ളത്? പറയാം. അന്ന് സ്ഫോടനം നടന്ന ദിവസം അവസാനം കേട്ട ശബ്ദങ്ങൾ എനിക്ക് തീരെ ദഹിച്ചില്ല. എല്ലാം അവസാനിപ്പിക്കാൻ ഉറപ്പിച്ചു വന്ന വിക്ടർ. ആ വിക്ടർ എന്തിനാണ് സുധേനൻ തീ കൊളുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ പേടിച്ചത്? അതെനിക്ക് തീരെ ദഹിച്ചില്ല. ആ ഒരു സംശയം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാൻ ജയിലിലെ വിക്ടറുടെ മുറി സന്ദർശിച്ചു. വിക്ടറുടെ മുറിയിൽ കരികൊണ്ടെഴുതിയ ഒരു വാക്ക് ഞാൻ കണ്ടു. സംഭവ പർവം. അതിന് നല്ല പഴക്കമുണ്ടായിരുന്നു. കൂടുതൽ അന്വേഷിച്ചപ്പോൾ 4 കൊല്ലം മുമ്പ് ഇയാൾക്ക് വായിക്കാൻ ഒരു മഹാഭാരതം കിട്ടി എന്ന് കേട്ടു. അങ്ങനെ ഞാൻ മഹാഭാരതത്തിലെ സംഭവ പർവ്വത്തിലെ പ്രധാന കാര്യങ്ങൾ വായിച്ചു നോക്കി. അതിൽ അരക്കില്ലത്തിന്റെ കഥ പറയുന്നുണ്ടായിരുന്നു. അരക്കില്ലമോ? പണ്ട് കൗരവർ പാണ്ഡവരെ കൊല്ലാൻ വേണ്ടി അരക്ക് കൊണ്ട് ഒരു കൊട്ടാരം പണിതു. എന്നിട്ട് പാണ്ഡവരെ ആ കൊട്ടാരത്തിൽ താമസിപ്പിച്ചു. പക്ഷേ അന്ന് രാത്രി ആ കൊട്ടാരത്തിൽ ഒരു കാട്ടാളത്തിയെയും 5 മക്കളെയും കിടത്തിയുറക്കിയിട്ട് പാണ്ഡവർ രക്ഷപ്പെട്ടു. രാത്രി കൗരവർ വീടിന് തീവച്ചു. കാട്ടാളത്തിയും മക്കളും വെന്തുമരിച്ചു. ആ അസ്ഥിക്കൂടം കണ്ട് എല്ലാവരും കരുതി കുന്തിയും മക്കളും വെന്തുമരിച്ചു എന്ന്. പക്ഷേ തുറങ്കത്തിലൂടെ രക്ഷപ്പെട്ട പാണ്ഡവർ ഒളിവിൽ ജീവിച്ചു. ഇതാണ് അരക്കില്ലം. ജാക്സൺ അത്ഭുതത്തോടെ ഷിജോയെ നോക്കി. അയാൾ കഴിഞ്ഞ 4 വർഷമായി ഇക്കാര്യം പ്ലാൻ ചെയ്യുകയായിരുന്നു. പിന്നീടാണ് മറ്റൊരു കാര്യം എനിക്ക് സ്ട്രൈക്കായത്. അയാളുടെ മരിച്ചുപോയ മകൻ. മകൻ മരിച്ചു എന്ന് പറയപ്പെട്ടെങ്കിലും മകന്റെ ഡെഡ് ബോഡി കിട്ടിയിട്ടില്ല. അയാളുടെ കൂടെ ജയിലിലുണ്ടായിരുന്ന സുഹൃത്തുക്കളുടെ ലിസ്റ്റ് ഞാൻ എടുത്തു. അതിലൊരുത്തൻ ആസാമിയായിരുന്നു. അജോയ് കുമാർ ദാസ്. വിക്ടർ പട്ടാളത്തിലായിരുന്നതുകൊണ്ട് ഹിന്ദി നന്നായി സംസാരിക്കും. ഈ അജോയ് കുമാർ ദാസ് ഏതോ അബദ്ധത്തിൽ കേസിൽപ്പെട്ടതാണ്. ജയിലിൽ അവനെക്കുറിച്ച് മോശം അഭിപ്രായം ഒന്നും ആരും പറഞ്ഞു കേട്ടിട്ടില്ല. ഞാൻ അന്വേഷിച്ചപ്പോൾ അജോയ് ജയിലിൽ നിന്നിറങ്ങിയതിൻ്റെ പിറ്റേ ദിവസമാണ് വിക്ടറിന്റെ മകൻ മരിച്ചു എന്നറിയുന്നത്. മകൻ മരിച്ചു എന്നറിഞ്ഞിട്ടും
ജയിലിലുള്ള വിക്ടറിന് അധികം സങ്കടമൊന്നും ഉണ്ടായിരുന്നില്ല എന്നും ജയിൽ പുള്ളികൾ പറഞ്ഞു. അതാണ് ഞാൻ ഇവിടേക്ക് വന്നത്. മനസ്സിലായില്ല സർ, ജാക്സൺ പറഞ്ഞു. ജാക്സ, ഇയാൾ നേരത്തെ മുതൽ പ്ലാൻ ചെയ്യുന്നതാണിത്. തൻ്റെ കുടുംബം സുരക്ഷിതമാക്കാൻ അയാൾ ആദ്യം ചെയ്തത് മകനെ നാട്ടിൽ നിന്ന് മാറ്റി ആസാമിൽ പറഞ്ഞയക്കുകയായിരുന്നു. എന്നിട്ട് മരിച്ചു എന്ന് കഥയുണ്ടാക്കി. അജോയ് കുമാർ ദാസിന്റെ സ്ഥലവും ആസാമിൽ നിന്ന് അയാൾക്ക് 2 കൊല്ലം മുമ്പ് ഫോൺ വന്ന നമ്പറിന്റെ ലൊക്കേഷൻ നോക്കിയപ്പോൾ ഇവിടെ അടുത്തുള്ള ഒരേ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സെന്റ് മേരീസ് ആണ്. ഞാൻ അവിടെ ചേർന്ന കുട്ടികളുടെ ഡീറ്റെയിൽസ് എടുത്ത് നോക്കിയപ്പോൾ കുട്ടി മരിച്ചു എന്ന് പ്രചരിപ്പിച്ച സമയത്ത് ഇവിടെ അഡ്മിഷൻ എടുത്ത സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള ഒരു കുട്ടിയുണ്ട്. നമ്മൾ അവനിലൂടെയാണ് സഞ്ചരിക്കാൻ പോകുന്നത്. ഇതാ സ്കൂളെത്തി. അപ്പോഴേക്കും അവരുടെ ടാക്സി സെന്റ് മേരീസ് സ്കൂളിന് മുന്നിലെത്തി. അവർ കാറിൽ കാത്തിരുന്നു. കുട്ടികൾ പുറത്തു വന്നു തുടങ്ങി. ഏറ്റവും പിന്നിലായി ഒറ്റപ്പെട്ട ഒരു കുട്ടി. ഇത് അവനാണ്, വിക്ടറിന്റെ മകൻ. പെട്ടെന്ന് എതിർവശത്ത് നിന്ന് മേലിഞ്ഞ ഒരാൾ അവന്റെ അടുത്തേക്ക് വന്നു. അവന്റെ കൈ പിടിച്ച് റോഡ് ക്രോസ് ചെയ്ത് അവിടെ പാർക്ക് ചെയ്തിരുന്ന ബുള്ളറ്റിൽ കയറി. ഇതവനാണ്, അജോയ് കുമാർ ദാസ്. ഫോളോ ഹിം, ഷിജോ ഡ്രൈവറോട് ആജ്ഞാപിച്ചു. അവരുടെ കാർ ആ ബുള്ളറ്റിനെ പിന്തുടർന്ന് മുന്നോട്ടു പോയി. ബുള്ളറ്റ് പ്രധാന പാത പിന്നിട്ട് എസ്റ്റേറ്റ് റോഡിലേക്ക് കടന്നു. അവിടെ 4-മത്തെ വീടിന് മുന്നിൽ ബുള്ളറ്റ് നിർത്തി. കുട്ടി ഇറങ്ങി അകത്തേക്ക് പോയി. അജോയ് ബുള്ളറ്റ് ഓടിച്ച് മുന്നോട്ടു പോയി. അവരുടെ കാർ ഇപ്പോൾ ആ വീടിന് മുന്നിലെത്തി. ഷിജോ പുറത്തിറങ്ങി, കൂടെ ജാക്സണും. അവർ രണ്ടുപേരും വീടിന്റെ മുന്നിലെത്തി. കോളിംഗ് ബെൽ അടിച്ചു. അല്പം പഴക്കമുള്ള വീട്. അകത്ത് ആരോ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടു. വാതിൽ തുറന്നു. മുന്നിൽ അയാൾ, മരണപ്പെട്ട വിക്ടർ സാമുവൽ. അയാൾ അപരിചിതനെ കണ്ട് അമ്പരപ്പോടെ നോക്കി. ജാക്സണും ആ അമ്പരപ്പുണ്ടായിരുന്നു. പക്ഷേ താനിത് പ്രതീക്ഷിച്ചു എന്ന മട്ടിൽ ഷിജോ അകത്തേക്ക് കടന്നിരുന്നു. വാടോ, ഇരിക്കൂ. ഷിജോ ജാക്സനെ വിളിച്ച് കസേരയിലിരുത്തി. ജാക്സന്റെ അത്ഭുതം ഇപ്പോഴും മാറിയിട്ടില്ല. അപ്പോഴേക്കും വാതിൽപ്പടിയിൽ വിക്ടറുടെ ഭാര്യയുടെയും മകന്റെയും തല കണ്ടു. ജാക്സന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കുറേ നേരത്തെ നിശബ്ദത. ഇച്ചിരി വെള്ളം കിട്ടുമോ, ഷിജോ ഭാര്യയോട് ചോദിച്ചു. അവർ വിക്ടറിനെ നോക്കി. വിക്ടർ കണ്ണു കാണിച്ചു. അവൾ അകത്തേക്ക് പോയി. ഇരിക്കൂ വിക്ടറെ. താൻ ചെയ്തതിന് എനിക്ക് തന്നോട് ദേഷ്യമൊന്നുമില്ല. തന്നെ അറസ്റ്റ് ചെയ്ത് ഹീറോ ആകാനും വന്നതല്ല. കേരള പോലീസിലുള്ളവർ എല്ലാവരും ഉണ്ണാക്കന്മാരല്ല എന്ന് പറഞ്ഞിട്ട് പോകാൻ വന്നതാണ്. തന്നോട് പോലീസുകാർ ചെയ്തത് പൊറുക്കാനാകാത്ത തെറ്റാണ്. അതുകൊണ്ട് ഞാനിത് വിട്ടു. പേടിക്കണ്ട. ഈ രഹസ്യം തന്നെയും അജോയെയും പോലെ എൻ്റെ ഒപ്പവും രഹസ്യമായിരിക്കും. വിശ്വസിക്കാം. അപ്പോഴേക്കും അയാളുടെ ഭാര്യ വെള്ളം കൊണ്ടുവന്നു. പക്ഷേ ഇവർ എൻ്റെ മുന്നിൽ വെച്ചല്ലേ മരിച്ചത്? DNA കിട്ടിയതല്ലേ? എനിക്ക് മനസ്സിലാവുന്നില്ല. ജാക്സൺ അപ്പോഴും അത്ഭുതം മാറിയില്ല. ജാക്സൺ, ഈ പദ്ധതി ഇന്നും ഇന്നലെയുമല്ല. 4 വർഷം കൊണ്ട് ഇവർ പ്ലാൻ ചെയ്യുന്നതാണ്. ആദ്യം ആ റിസർവോയറിന്റെ കരയിലുള്ള അരക്കില്ലം ഇവർ സംഘടിപ്പിച്ചു. പിന്നെ അരക്കില്ലത്തിൽ മരണപ്പെടാൻ ഒരു കാട്ടാള സ്ത്രീയെ വേണമായിരുന്നു. അങ്ങനെയിരിക്കെയാണ് ചെമ്പകം എന്ന തമിഴെത്തി ഇവരുടെ അടുത്ത് വരുന്നത്. അവൾക്ക് ക്യാൻസർ ആയിരുന്നു. ആദ്യം ഇവർ ചെയ്തത് ചെറുപുഷ്പം ഹോസ്പിറ്റലിൽ ചെമ്പകത്തെ കാണിച്ചപ്പോൾ ജിനി എന്ന ഇവരുടെ ഭാര്യയുടെ പേരിൽ രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. ഹോസ്പിറ്റൽ രേഖകളിൽ ചെമ്പകം അങ്ങനെ ജിനിയായി മാറി. അന്ന് സ്ഫോടനം നടത്തുന്നതിന് മുൻപ് വിക്ടർ തന്നെ ഭാര്യയ്ക്ക് ക്യാൻസർ ആണെന്നും അവരുടെ ബ്ലഡ് സാമ്പിൾ ചെറുപുഷ്പം ഹോസ്പിറ്റലിൽ ഉണ്ടെന്നും സൂചന കൊടുത്തു. ഹോസ്പിറ്റലിലെ ജിനിയായ ചെമ്പകത്തിന്റെ ബ്ലഡ് സാമ്പിളാണ് അവിടെ സംഭവസ്ഥലത്ത് കിട്ടിയ ഡെഡ് ബോഡിയുടെ DNA സാമ്പിളായി താരതമ്യം ചെയ്തത്. അതായത് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടത് ചെമ്പകം എന്ന തമിഴത്തിയായിരുന്നു. പറഞ്ഞു നിർത്തിയ ശേഷം അയാൾ വിക്ടറിനെ നോക്കി. വിക്ടർ നിശബ്ദനായിരുന്നു. നിസ്സഹായമായ ഒരു ഭാവം. പക്ഷേ ഇയാൾ കൊല്ലപ്പെട്ടല്ലോ, അതോ? ജാക്സൺ വീണ്ടും ചോദിച്ചു. പൊട്ടിത്തെറിയിൽ ദൂരെ തെറിച്ചു വീണ വിരൽ കഷ്ണം. അത് ആകസ്മികമായി വീണതല്ല, അല്ലേ വിക്ടർ? നിങ്ങൾ തന്നെയാണ് ആ വിരൽ മുറിച്ച് എറിഞ്ഞത്, തെളിവുണ്ടാക്കാൻ. അപ്പോൾ മരിച്ച 3-മത്തെ ആൾ ആരായിരുന്നു?
ജാക്സൺ സംശയം തീരാതെ ചോദിച്ചു. ജാക്സൺ, ശരിക്കും നടന്ന കാര്യങ്ങൾ വ്യക്തമായി പറയാം. ജയിലിൽ വെച്ച് പരിചയപ്പെട്ട 2 സുഹൃത്തുക്കൾ വിക്ടറിനെ സഹായിച്ചിരുന്നു. ഒരാൾ അജോയ്. അജോയ് പുറത്തിറങ്ങിയ ശേഷം ഇയാളുടെ മകനുമായി ഇവിടെ വന്നു. ഇയാൾക്ക് വേണ്ടി ഈ വീടും പുരയിടവുമൊക്കെ ശരിയാക്കി വെച്ചു. മറ്റൊരാൾ മുനീർ. മുനീറും ജയിലിൽ വെച്ച് പരിചയപ്പെട്ട സുഹൃത്തായിരുന്നു. മുനീർ ജയിലിൽ നിന്നിറങ്ങി താലൂക്ക് ഹോസ്പിറ്റലിലെ ആംബുലൻസ് ഡ്രൈവറായി 6 മാസമായി ജോലി നോക്കി വരികയായിരുന്നു. ഈ പ്ലാൻ 4 വർഷം മുമ്പേ തയ്യാറാക്കിയിരുന്നതാണല്ലോ. നമ്മൾ പോലീസ് വന്നപ്പോൾ ഈ ആംബുലൻസാണ് ഇവിടെ ആദ്യം വന്നത്. 7 മണി സമയത്ത് ഇരുട്ടാണ്. അകത്തു കടന്ന അലക്സിന്റെ ഡ്രസ് ഊരിമാറ്റി വിക്ടർ ധരിച്ചു. കരുതിയിരുന്ന വിഗും കൂളിംഗ് ഗ്ലാസും ധരിച്ചു. അലക്സിന്റെ കയ്യിലുണ്ടായിരുന്ന പെട്ടി വിക്ടർ സ്വന്തമാക്കി. എന്നിട്ട് അലക്സിനെ അടിച്ചു വീഴ്ത്തി. നമ്മൾ വയർലെസ്സിലൂടെ കേട്ടത് മുഴുവൻ നമ്മളെ കേൾപ്പിക്കാൻ വേണ്ടി വിക്ടർ നടത്തിയ നാടക ഡയലോഗുകളായിരുന്നു. അലക്സിന്റെ വേഷത്തിൽ പുറത്തിറങ്ങിയ വിക്ടർ റിമോട്ട് വെച്ച് സ്ഫോടനം നടത്തി. കയ്യിൽ സൂക്ഷിച്ച ആർട്ടിഫിഷ്യൽ ബ്ലഡ് മുഖത്ത് പുരട്ടി. എല്ലാവരും അലക്സ് ആണെന്ന് കരുതി. മുനീറിന്റെ ആംബുലൻസിൽ കയറ്റിക്കൊണ്ടുപോയ അലക്സ് എന്ന വിക്ടർ വണ്ടി വഴിയിൽ നിർത്തി. മുനീർ ഈ ആംബുലൻസ് ബോംബ് വെച്ച് പൊട്ടിച്ചു. അതോടെ തെളിവുകളായി. വിക്ടർ ആഗ്രഹിച്ചതുപോലെ നിരപരാധിത്വം തെളിഞ്ഞു. പ്രതികാരം ചെയ്തു, കാശുണ്ടാക്കി. ഇനി കുടുംബത്തോടൊപ്പം ആരും അറിയാത്ത നാട്ടിൽ സ്വസ്ഥമായി ജീവിക്കാൻ പോകുന്നു. ഷിജോ പറഞ്ഞു നിർത്തി. അവിശ്വസനീയമെന്ന പോലെ ജാക്സൺ നോക്കിയിരുന്നു. ഷിജോ എഴുന്നേറ്റു. എന്നാൽ ഞങ്ങൾ പോട്ടെ വിക്ടർ. പേടിക്കണ്ട, ഞാൻ പറഞ്ഞില്ലേ, എല്ലാരും ഉണ്ണാക്കന്മാരല്ല എന്ന് തന്നോടൊന്ന് പറയണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഈ രഹസ്യം എൻ്റെ കയ്യിൽ സേഫായിരിക്കും. കാരണം നിങ്ങളുടെ ആ മനസ്സിനെ, ബുദ്ധിയെ ഞാൻ ബഹുമാനിക്കുന്നു. അവർ യാത്ര പറഞ്ഞിറങ്ങി. തിരികെ കാറിലിരുന്ന് എയർപോർട്ടിലേക്ക് പോകുമ്പോൾ ജാക്സൺ ചോദിച്ചു, സാറ് പറഞ്ഞത് അയാൾ വിശ്വസിച്ചോ? ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാടോ. അയാൾ വിശ്വസിച്ചിട്ടുണ്ടാവില്ല. താൻ നോക്കിക്കോ, എത്രയും വേഗം അയാൾ ഈ സ്ഥലവും വിടും. പുതിയ ഊരും പേരും വിലാസവും സംഘടിപ്പിക്കും. ദൂരെ അവർക്ക് പോകാനുള്ള വിമാനം തയ്യാറായി കഴിഞ്ഞിരുന്നു. കൂട്ടുകാരെ, കഥ ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ ഒരു ലൈക്കും കൂടി. താങ്ക് യു.